New Hope TV, your encounter with God. ഹല്ലേലൂയ. നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിൻ്റെ ആഴം ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ പുത്രനെ പോലും ബലിവസ്തുവായിട്ട് അയക്കുവാനായിട്ട് മടിക്കാത്തൊരു ദൈവം. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിന് നമ്മളുടെ പാപം എത്ര കഠിനമാണെങ്കിലും അത് ക്ഷമിക്കുവാനും കഴിവുള്ള ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ആക്ച്വലി കഴിഞ്ഞ ആഴ്ച നമ്മൾ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായം നമ്മൾ ഓരോ വചനം 3-ാമത്തെ വചനം മുതൽ ഇങ്ങനെ വായിച്ച് അതിൽ നിന്നുള്ള ആ സത്ത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇന്ന് പ്രേ ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് നമുക്ക് അതേ സന്ദേശം നമുക്ക് ആ വെളിപാട് തരണം. ദൈവം എങ്ങനെയാണ് ദൈവത്തിന് കൽപ്പനകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എങ്ങനെയാണ് ഇസ്രായേൽ ജനത്തെ ശിക്ഷിച്ചതും അതുപോലെ തന്നെ ഇന്നും ദൈവത്തെ കൽപ്പനകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ശിക്ഷിക്കും. പക്ഷേ ദൈവം ശിക്ഷിക്കുന്നത് നമ്മളെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മളെ തിരികെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ്, അല്ല നമ്മളെ നശിപ്പിക്കുവാൻ വേണ്ടി അല്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് 9-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് 11-ാമത്തെ വചനം വെച്ച് തുടങ്ങാം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം ആ പ്രവാചകൻ്റെ ആ അധ്യായത്തിൽ നിന്നായിരിക്കും നമ്മൾ കൂടുതലും എടുക്കുന്നത്. ഇടയ്ക്ക് നമ്മൾ അതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിനെ വിവരിക്കുന്ന വേറെ വചനങ്ങളിലേക്ക് പോകാം. പക്ഷേ മെയിനായിട്ടുള്ളത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 11-ാമത്തെ വചനത്തിലേക്ക് പോകാം. ദാനിയേൽ 9. ഇസ്രായേലൊക്കെയും നിന്റെ വചനം കേട്ടനുസരിക്കാതെ വിട്ടുമാറി നിന്റെ ന്യായപ്രമാണം ലംഘിച്ചിരിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ അവനോട് പാപം ചെയ്തിരിക്കിയാൽ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ശാപവും ആണയും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ പറയുന്നു, we have not obeyed the voice of the Lord our God to walk in his laws which he set before us by his servants the prophets. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത് ദൈവത്തിൻ്റെ ആലോചനകൾ അവൻ്റെ പ്രവാചകൻ വഴിയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് 2 ദിനവൃത്താന്തം 20-ാമത്തെ അധ്യായം 20-ാമത്തെ വചനം. 2 Chronicles 20:20 അവിടെ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് വായിക്കുക അത്. പിന്നെ അവർ അതികാലത്ത് എഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെട്ടപ്പോൾ യഹോശാഫാത്ത് നിന്നുകൊണ്ട്, യഹൂദരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പിൻ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. ആമേൻ. അപ്പം ആദ്യത്തെ ഇതാണ്, നിങ്ങൾ യഹോവയായ ദൈവത്തിൽ വാക്കുകൾ വിശ്വസിക്കുക, നിങ്ങൾ ഉറച്ചു നിൽക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് ഇന്ന് ഈ ലോകത്തിൽ ഒരു സ്റ്റെബിലിറ്റി, ഏത് കൊടുങ്കാറ്റോ ഏത് പ്രശ്നമോ ഏത് പീഡനത്തിൻ്റെ മധ്യേ എനിക്ക് നിങ്ങൾക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ യഹോവയായ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം. രണ്ടാമത് അതിൻ്റെ കണ്ടിന്യൂവേഷൻ, അവൻ്റെ പ്രവാചകന്മാരെ വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും എന്ന് പറഞ്ഞു. അവൻ്റെ പ്രവാചകന്മാരെ നിങ്ങൾ വിശ്വസിക്കുക. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറയുന്നത് ആൻഡ് ദെൻ യു വിൽ പ്രോസ്പർ. കാരണം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പ്രവാചകന്മാർ സംസാരിക്കുന്നത് ദൈവമാണ് അവരോട് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നമുക്കറിയാം, മർക്കോസിന് സുവിശേഷം 16-ാമത്തെ അധ്യായം 20-ാമത്തെ വചനം പറയുന്നുണ്ട്, എൻ്റെ വചനങ്ങൾ പ്രഘോഷിക്കപ്പെടുമ്പോൾ ഞാൻ ആ വചനത്തിൻ്റെ മധ്യേ പ്രവർത്തിക്കുകയും ആ അടയാളങ്ങൾ വഴി സ്ഥിരീകരിക്കും, വചനം സ്ഥിരീകരിക്കും. ദൈവം പറയുന്നുണ്ട്, ഈ ദൈവത്തിൻ്റെ ഈ വചനം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും മനുഷ്യരാശിയെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ഒരു ആലോചനയാണ്. ആ ആലോചന നമ്മുടെ ക്ഷേമത്തിനാണ്, നമ്മുടെ നാശത്തിനല്ല, നമ്മുടെ അഭിവൃദ്ധിക്കാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാർ വഴി ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ആ വചനങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അപ്പോൾ ഇന്ന് മനസ്സിലാക്കണം, ദൈവം സംസാരിക്കുന്ന വചനങ്ങൾ നമ്മളെ സ്ഥിരീകരിക്കുവാനും നമ്മൾക്ക് അഭിവൃദ്ധി തരുവാൻ വേണ്ടിയാണ്. പക്ഷേ അത് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് ഇവിടെ പറയുന്നത്, അവർ പ്രവാചകന്മാർ വഴി പറഞ്ഞതൊന്നും കേട്ടില്ല, കേൾക്കാൻ തയ്യാറായില്ല. അങ്ങനത്തെ ഒരു ജനമാണ് ഇന്ന്. ആ ജനം തന്നെ അതേ സ്വഭാവമുള്ള ജനമാണ് ഇന്ന് ഇവിടെ സഭകളിലുള്ളത്, മിക്ക സഭകളിലും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു തരത്തിൽ അങ്ങനെ അനുസരണക്കേടിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം എനിക്കും നിങ്ങൾക്കും വെച്ചിരിക്കുന്ന, കരുതി കൂട്ടി വെച്ചിരിക്കുന്ന ആ സ്ഥിരതയും ആ അഭിവൃദ്ധിയും നമ്മൾ വേണ്ടാന്ന് വയ്ക്കുക, നമ്മൾ നിഷേധിക്കുക. ഐ വിത്ത് മീ? നമ്മളുടെ ആ വചനത്തോടും ദൈവത്തിൻ്റെ പ്രവാചകന്മാരോടുമുള്ള ആ പ്രതികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഞാൻ വേണ്ട എന്ന് പറയുകയാണ്.
അങ്ങനെയാണ് നമ്മൾ ആ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടാതെ വരുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പിന്നെയും വളരെ വ്യക്തമായിട്ട് നിയാവർത്തന പുസ്തകം അവിടെ 27-ാമത്തെ ഡ്യൂട്രോണമി 27-ാമത്തെ അധ്യായം 15-ാമത്തെ വചനം പറയുന്നുണ്ട്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. അങ്ങനെ സ്നേഹിക്കുന്ന ദൈവമാണെങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് തിരിച്ച് ആഗ്രഹിക്കുന്നത് സ്നേഹം മാത്രമാണ്. അപ്പോൾ നമുക്കറിയാം ഹോസിയ പ്രവാചകന്റെ പുസ്തകം 5:4 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് ഒരു വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം വന്ന് അറിയിരിക്കുകയാണ് സഭയുടെ. എന്ന് വെച്ചാൽ എങ്ങനെയാണ്, ദൈവത്തെ നീ നിൻ്റെ കർത്താവായി ദൈവത്തെ നിൻ്റെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കണമെന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് ദൈവത്തെ മാത്രമല്ല ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കുറച്ച് ഒരു പോർഷൻ, പക്ഷേ അതിൻ്റെ കൂടെ ലോകത്തെയും ലോകത്തിൻ്റേതായ മറ്റ് വസ്തുക്കളെയും എല്ലാം അല്ലെങ്കിൽ വ്യക്തികളെ സ്നേഹിച്ച് അവരെ ആരാധിച്ച് അവർക്ക് വേണ്ടി എന്നാ പറയുന്നത് നമസ്കരിച്ച് അങ്ങനെ ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു വ്യഭിചാരം, ആത്മീയ വ്യഭിചാരമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കണം. പ്രവാചകന്മാർ വഴി വചനം വഴി നമ്മളോട് ദൈവം സംസാരിക്കുന്നത് നമ്മൾ അനുസരിക്കണം. അപ്പോഴാണ് നമ്മൾക്ക് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റുക. അതുകൊണ്ട് ആ വചനത്തിൽ നിയാവർത്തന പുസ്തകം വായിക്കണത് 27:15 അവിടെ വളരെ വ്യക്തമായിട്ട് ഒരു നോക്കാൻ ദൈവത്തിന് ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. വായിച്ചു. ശില്പിയുടെ കൈപ്പണിയായി യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെയും കൊത്തിയോ വാർത്ത ഉണ്ടാക്കി രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ആമേൻ. അപ്പോൾ മനസ്സിലാക്കാം, ഇന്ന് സഭയിൽ പല പള്ളികളിലും നടക്കുന്ന ഇതാണ്. ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ശില്പികൾ വഴി കൊത്തി ഉണ്ടാക്കിയ ഒരു വിഗ്രഹവും നിങ്ങൾ വയ്ക്കരുത്. ഇന്ന് അതാണ് ഒളിപ്പിച്ചല്ല വയ്ക്കുന്നത്. പക്ഷെ ഒളിവ് പറഞ്ഞ്, ദാറ്റ് ഈസ് എന്താ പറയുന്നത്, ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നമ്മൾ എന്നാ പറയുന്നത്, ഒരു നോക്കുകയാണെങ്കിൽ മനുഷ്യൻ, ദൈവം അവൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ആ മനുഷ്യൻ ഒരു കഴുതയോ അല്ലെങ്കിൽ ഒരു കാളയേക്കാൾ മോശമാണ്. ബുദ്ധിയില്ല, സുബോധമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കണം. ജെറമ്യാ പ്രവാചകൻ, കാരണം ഞാൻ ഇത് പറയാൻ കാരണം എന്താണ്, അവൻ്റെ ആ ചിന്തകൾ അല്ലെങ്കിൽ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ അവൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അവന് മനസ്സിലാക്കാനോ ഗ്രഹിക്കുവാനോ പറ്റുന്നില്ല. നമ്മൾ പലരും പറയല്ലേ, നീ ഒരു കഴുതയാണെന്ന്. ഈ കഴുതയാണെന്ന് പറയുന്നത് അവന് 4 കാലുള്ളതുകൊണ്ടല്ല, അവൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അവൻ്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് നോക്കുമ്പോഴാണ്. ഐ വിത്ത് മീ? അതുകൊണ്ട് മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ച് പറയുകയാണ്, നീ കഴുതയേക്കാൾ മോശമാണെന്ന്. വായിച്ചേ, അതിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ്. ഹല്ലേലൂയ. ഐസയ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 3-4 വചനങ്ങൾ. ഐസയ 1:3-4. അത് ഒരു ശാസിച്ച് പറയുക കേട്ടോ, അല്ലാതെ നീ കഴുതയാവണമെന്നോ ഒന്നുമല്ല. കാള തൻ്റെ ഉടയവൻ്റെയും കഴുത തൻ്റെ യജമാനൻ്റെയും പുൽത്തൊട്ടി അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജലം ഗ്രഹിക്കുന്നതുമില്ല. ഈ പുൽത്തൊട്ടിയിൽ എന്താ കിട്ടുന്നത്? കഴുതയ്ക്ക് കിട്ടുന്ന അവൻ്റെ ആഹാരമാണ്. അവന് ജീവിക്കുവാൻ വേണ്ടതെല്ലാം കിട്ടുകയാണ്. അതുപോലെ തന്നെ മനുഷ്യന് ജീവിക്കാൻ വേണ്ടതൊക്കെ മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം പറഞ്ഞുകൊണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, പക്ഷേ പിതാവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ട് അവന് ജീവിക്കാൻ പറ്റും. അങ്ങനെ വചനമാകുന്ന ആ പുൽത്തൊട്ടിയിൽ നിന്ന് നമ്മൾ വചനം ഭക്ഷിക്കാൻ പോലും നമുക്ക് തയ്യാറല്ല. അതിൻ്റെ ഉടവനായ യേശുവിനെ, ദൈവത്തെ അവർ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു ജീവിതം, ദൈവത്തിൽ നിന്ന് മല്ലിട്ട് ഒരു ജീവിതം നയിക്കുകയാണ്. ഇതാണ് അന്നത്തെ ദാനിയേൽ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അന്നത്തെ ജനത്തിൻ്റെ അവസ്ഥ അതാണ്. സഹോദര, ആ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയായിട്ട് നോക്കുമ്പോൾ അത് കുറച്ചും കൂടെ മോശമായെന്ന് മാത്രമേ ഉള്ളൂ. ഐ വിത്ത് മീ? ഹല്ലേലൂയ. ഒരു തരത്തിലും മെച്ചപ്പെട്ടിട്ടില്ല. ദൈവവുമായിട്ടുള്ള ബന്ധം അകന്ന് പോവുകയാണ്. സഭയെന്ന് പറയുന്നുണ്ട്, വിശ്വാസികൾക്ക് പറയുന്നുണ്ട്, പക്ഷേ ദൈവത്തിന് അവരുടെ മനസ്സുകളിൽ ഒരു സ്ഥാനവുമില്ല. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഗോഡ് ഈസ് ഇൻ നൺ ഓഫ് ദിയർ തോട്ട്സ്. അവർ വലിയ ക്രിസ്ത്യാനി പേരുണ്ട്, ഒരു ഒരു ആലയമുണ്ട്, അവിടെ പോയി ആരാധിക്കുന്നുണ്ട്, കുറേ സമയം ചെലവഴിക്കുന്നുണ്ട്, അവിടെ കുറേ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നുണ്ട്, പക്ഷേ ദൈവം അവരുടെ ഹൃദയത്തിൽ ഇല്ല, സ്ഥാനമില്ല. ദൈവത്തിന് വരാൻ താല്പര്യമുണ്ട്, പക്ഷെ അവർ ദൈവത്തിന് അവരുടെ ഹൃദയത്തിലേക്ക് വരുവാനായിട്ട് അവർ അനുവദിക്കുന്നില്ല. ഇതാണ് സത്യം, നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു ജനത്തിൻ്റെ മധ്യയാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. 12-ാമത്തെ വചനം വായിക്കാം. ഡാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11.
ഇസ്രായേലൊക്കെയും തൻ്റെ വചനം കേട്ടനുസരിക്കാതെ വിട്ടുമാറി നിൻ്റെ ന്യായപ്രമാണം ലംഘിച്ചിരിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ അവനോട് പാപം ചെയ്തിരിക്കാൽ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ശാപവും ആണയും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു. ആമേൻ. നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം നിയമാവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം വായിക്കുകയാണെങ്കിൽ അവിടെ 1 മുതൽ 14 വരെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയാണ്. 15 മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ ശാപത്തെക്കുറിച്ച് പറയുകയാണ്. കാരണം എന്താണ്? മനുഷ്യന് കൂടുതലും ദൈവത്തിൻ്റെ വചനങ്ങൾ ലംഘിച്ച് ദൈവത്തോട് മല്ലിട്ട് ഒരു ശത്രുതയുടെ ഒരു ജീവിതം നയിക്കുകയാണ് ജനം. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നിങ്ങൾ തിരികെ വാ, നിങ്ങൾ ജീവൻ തിരഞ്ഞെടുക്കുക, അനുഗ്രഹം തിരഞ്ഞെടുക്കുക. പക്ഷെ നിങ്ങളുടെ ഇപ്പോഴത്തെ വഴി നോക്കുകയാണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് മരണവും ശാപവുമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തെ സ്നേഹിച്ച് ഒരു ജനത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ 12-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ആൻഡ് ഹി ഹാസ് കൺഫേംഡ് ഹിസ് വേർഡ്സ് വിച്ച് ഹി സ്പോക്ക് അഗെയിൻസ്റ്റ് us and against our judges who judged us by bringing upon us a great disaster for under the whole heaven such as never been done as what has been done to Jerusalem. വലിയൊരു ഒരു ഒരു ദൈവത്തിൻ്റെ ഒരു ശാപം അവിടെ വന്നിരിക്കുക. വായിക്കാം 12. അവൻ വലിയ അനർത്ഥം ഞങ്ങളുടെ മേൽ വരുത്തിയതിനാൽ ഞങ്ങൾക്ക് ന്യായപാലനം നടത്തുന്ന ന്യായാധിപന്മാർക്കും വിരോധമായി താൻ അരുളി ചെയ്ത വചനങ്ങളെ നിവർത്തിച്ചിരിക്കുന്നു. യെരൂശലേമിൽ സംഭവിച്ചതുപോലെ ആകാശത്തിന് കീഴിലെങ്ങും സംഭവിച്ചിട്ടില്ലല്ലോ. ആമേൻ. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യന് ഗ്രഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ദൈവത്തിൻ്റെ ആ ഒരു ശാപത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ആ ഡിസാസ്റ്ററാണ്. ഹല്ലേലൂയ. ഡിസാസ്റ്റർ എന്ന് പറയുക ക്രോധം ഇസ് റോത്ത്. ഡിസാസ്റ്റർ ഇസ് തകർച്ച. നിങ്ങൾക്കറിയാമല്ലോ ഡിസാസ്റ്റർ എന്താ പറഞ്ഞേ? ഹല്ലേലൂയ. ഡിസാസ്റ്റർ. അങ്ങനെ ദൈവം നമ്മൾ തന്നെ എന്നാ പറയുന്നത്, നമ്മൾ പറയില്ലേ, മലയാളത്തിൽ പറച്ചിലുണ്ടോ, വണ്ടി കൊടുത്ത് അടി വാങ്ങിക്കുക അല്ലേ? അങ്ങനത്തേതാണ് ഈ സംഭവിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ ലംഘിച്ച് ദൈവത്തോട് ശത്രുതയിൽ മല്ലിട്ട് ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കുന്നില്ല എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ക്രോധം നമ്മൾ ഏറ്റുവാങ്ങുകയാണ്. ഇന്ന് അങ്ങനത്തെ ഒരു ജനമാണ് വിശ്വാസി എന്ന് പറഞ്ഞൊക്കെ നടക്കുന്നത്. ഹല്ലേലൂയ. വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാ കൊണ്ടുള്ളതല്ല. വിശ്വാസം എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. സ്നേഹം വായിലല്ല, സ്നേഹം ഹൃദയത്തിലാണ്. അപ്പോൾ ആ ഹൃദയത്തിലാണ് ദൈവത്തിന് നമ്മളൊരു സ്ഥാനം കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പിന്നെയും ഇങ്ങനെ പറയുന്നുണ്ട്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാമത്തെ അധ്യായം 23-ാമത്തെ വചനത്തിൽ അവിടെ പറയുന്നുണ്ട് ഈ വലിയ ഡിസാസ്റ്റർ ദൈവത്തിൻ്റെ ജനത്തിന് മുമ്പിൽ വന്നിരുന്നതിനെക്കുറിച്ച്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 44:23. നിങ്ങൾ യഹോവയുടെ വാക്ക് അനുസരിക്കാതെയും അവൻ്റെ ന്യായപ്രമാണങ്ങളും ചട്ടങ്ങളും സാക്ഷ്യങ്ങളും പ്രമാണിച്ച് നടക്കാതെയും ധൂപം കാട്ടി യഹോവയുടെ പാപം ചെയ്യുകൊണ്ട് ഇന്ന് ഈ അനർത്ഥം നിങ്ങൾക്ക് വന്ന് ഭവിച്ചിരിക്കുന്നു. ആമേൻ. അതാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നത് കൊണ്ടാണ് ഈ അനർത്ഥങ്ങൾ നമ്മുടെ ജനത്തിൻ്റെ മുകളിൽ വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവം ഹൃദയത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം എസേക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അല്ലേ, ആ ശിലാഹൃദയം, ഹാർട്ട് ഓഫ് സ്റ്റോൺ, അത് ഞാൻ നിന്നിൽ നിന്ന് എടുത്തു മാറ്റി നിനക്കൊരു മാംസത്തിൻ്റെ ഹൃദയം നിന്നിൽ നിക്ഷേപിക്കുകയും ആ ഹൃദയത്തിൽ എൻ്റെ ആത്മാവിനെ ഞാൻ നിക്ഷേപിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആ ആത്മാവിൻ്റെ ആ പ്രേരണ വഴി യു വിൽ ബി ഏബിൾ ടു വാക്ക് ഇൻ ഹിസ് സ്റ്റാറ്റ്യൂട്ട്സ് ആൻഡ് ഒബേ ഹിസ് ജഡ്ജ്മെൻറ്റ്സ്. അവൻ്റെ ചട്ടങ്ങളിൽ നടക്കാൻ പറ്റും. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ്, പക്ഷേ അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുവാനും തയ്യാറല്ല. ആ ഹൃദയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സിസ്റ്റർ ഒന്ന് വായിക്കണം. അവിടെ സക്കറിയ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 12-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ആ ഹൃദയത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. എങ്ങനത്തെ ഒരു ഹൃദയമാണ് ആ കഠിന ഹൃദയം, ആ ദൈവത്തെ വെറുത്ത് ദൈവത്തോട് മല്ലിട്ട് ആ ഹൃദയത്തെക്കുറിച്ച് പറയുന്നത്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 12-ാമത്തെ വചനം. അവർ ന്യായപ്രമാണവും സൈന്യങ്ങളുടെ യഹോവ തൻ്റെ ആത്മാവിനാൽ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തരം അയച്ച വചനങ്ങളും കേട്ടനുസരിക്കാതെ വണ്ണം ഹൃദയങ്ങളെ വജ്രം പോലെ കടുപ്പമാക്കി. എന്തുപോലെയാണ്? വജ്രം പോലെ. വജ്രം എന്ന് പറഞ്ഞാൽ ഫ്ലിന്റ്, കത്തി മൂർക്കുന്ന കല്ല് പോലത്തെ ഒരു ഹൃദയമാക്കിയിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ സംഭവിക്കുന്നത്? എല്ലായിടത്തും നോക്കിയാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കും, പ്രവാചകന്മാർ വഴി പറയുന്നത് കേൾക്കുന്നില്ല. ഇന്ന് എല്ലാവരും ദൈവത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടി ചോദിക്കുക, അത് ദൈവം എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയല്ലല്ലോ. സഹോദരാസഹോദരി, ദൈവം നിന്നോട് സംസാരിക്കുന്നത് അവൻ്റെ പ്രവാചകന്മാർ വഴിയാണ്. അതുകൊണ്ടാണ് ദേ ആർ കോൾഡ് പ്രൊഫറ്റ്സ്. അവർ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവചന വചനങ്ങളാണ്.
ആ വചനങ്ങൾ ദൈവമാണ് സംസാരിക്കുന്നത്. അവരിലൂടെ അവരെ ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം നമ്മൾ ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ആ 1-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവം പറയുന്നുണ്ട് ആ പ്രവാചകൻ്റെ ദൗത്യം എന്താണെന്ന്. നമ്മളിത് മനസ്സിലാക്കണം. പലപ്പോഴും അയാൾ പറഞ്ഞതുമായിട്ട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അവൻ്റെ ക്വാളിഫിക്കേഷൻ അത്ര നല്ലതല്ലായിരിക്കും, അല്ലെങ്കിൽ അവനെക്കുറിച്ച് ആരും കേട്ടിട്ടില്ലല്ലോ. ഈസ് എ വെരി ഒബ്സ്ക്യൂർ സ്പീക്കർ. ഹലോ, അവൻ അത്ര വലിയ പേര് കേട്ട സ്പീക്കർ അല്ലല്ലോ. അതുകൊണ്ട് അവൻ പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളുവാൻ പറ്റുന്നില്ല എന്നൊക്കെ പല വ്യക്തികളും പറയും. അതേസമയത്ത് വളരെ പേര് കേട്ട ഒരാൾ വന്ന് നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കുവാനും തയ്യാറാണ്. അങ്ങനത്തെ ഒരു ജനമാണ് ഇന്നുള്ളത്. പക്ഷേ ജെറമ്യ പ്രവാചകനെ വിളിച്ചപ്പോൾ അവിടെ ദൈവം അവനൊരു ദൗത്യം കൊടുത്തു. ആ ദൗത്യം ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 9 മുതൽ 9-10 വായിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട്, And the Lord put forth his hand and touched my mouth. And the Lord said to me, Behold, I have put my words in your mouth. Are you with me? ഞാൻ എൻ്റെ വചനം നിൻ്റെ വായിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. See, I have this day set you over the nations and over the kingdoms. എന്തിനാണ് പറയുന്നുണ്ട്? To root out and to pull down, to destroy and to throw. അവിടെ അവസാനിക്കുന്നില്ല. And to build and to plant. So ഒന്ന് വായിച്ചത് ജെറമ്യ. പിന്നെ യഹോവ കൈ നീട്ടി എൻ്റെ വായ തൊട്ടു, ഞാൻ അവൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പാനും ഇടിച്ചു കളയുവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വച്ചിരിക്കുന്നുവെന്നു യഹോവ എന്നോട് കൽപ്പിച്ചു. ഹല്ലേലൂയ. അപ്പോൾ സഹോദര സഹോദരി, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഈ പുൾപ്പിറ്റിൽ നിന്ന് സംസാരിക്കുന്ന വ്യക്തിയുടെ നിറമോ വീതിയോ ഉയരമോ അയാളുടെ ക്വാളിഫിക്കേഷനോ ഒന്നുമല്ല നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ നോക്കേണ്ടത് അവൻ്റെ വായിൽ നിന്ന് വരുന്ന എന്ത് വചനമാണെന്ന്. അവനെ ദൈവം ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് ഉപയോഗിക്കുകയാണ്. അതാണ് പറയുന്നത്, I have put my words in your mouth. Are you with me? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതാണ് പ്രവാചകന്മാർ വഴി ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. അതനുസരിച്ചിട്ടില്ലെങ്കിൽ ദൈവത്തിൻ്റെ ക്രോധം ഷുവറാണ്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ക്രോധം വരും. ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നീ ദൈവം സൃഷ്ടിച്ച മൃഗത്തിനേക്കാൾ, ഒരു കഴുതയേക്കാൾ മോശമാണ് ദൈവം നിന്നെ കരുതുന്നത്. കാരണം എന്താണ്? നന്ദിയില്ല. Are you with me? കഴുതയെക്കുറിച്ച് പറയുന്നതാണ്, അവൻ്റെ എന്താ പറയുന്നത്? പുൽത്തൊട്ടി. അവന് നന്ദിയുണ്ട്. പുൽത്തൊട്ടി ആരാണ് അവിടെ പുല്ല് എല്ലാ ദിവസവും കൊണ്ട് വെക്കുന്നത് എന്ന് അറിയാവുന്നതുകൊണ്ട് ആ കഴുതയ്ക്ക് ആ യജമാനോട് നന്ദിയുണ്ട്. പക്ഷേ മനുഷ്യനെ തീറ്റി പോറ്റി കാത്ത് പരിപാലിച്ച് അനുഗ്രഹിക്കുന്ന ആ ദൈവത്തെ അവന് അറിയാൻ സമയമില്ല. അയ്യുന്നീ അങ്ങനെയാണെങ്കിൽ സഹോദര, ദൈവം നിന്നെ ഒരു കഴുതയേക്കാൾ മോശമായിട്ടാണ് കഴുതുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൻ്റെ വചനം, പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവം കഴുതയെ ഉപയോഗിക്കും കേട്ടോ. ഹല്ലേലൂയ. യെരൂശലേമിലേക്ക് ദൈവം വന്നപ്പോൾ കുതിരയല്ല എടുത്തത്, കഴുതയാണ്. അപ്പോൾ നിനക്കും നമുക്കും എല്ലാം അങ്ങനെയുള്ള വ്യക്തികൾക്കും ഒരു സ്കോപ്പുണ്ട്. ദൈവമായിട്ടൊരു ബന്ധം പുലർത്താൻ സ്കോപ്പുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിലേക്ക് തിരികെ വന്നാൽ മതി. ദൈവത്തിലേക്ക് തിരികെ വന്നാൽ തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം അടുത്ത വചനം, ദാനിയേൽ പ്രവചന പുസ്തകം 13-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അതിങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം. As it is written in the law of Moses, all this disaster has come upon us, yet we have not made our prayer before the Lord our God, that we may turn from our iniquities and understand your truth. മനുഷ്യന് സമയമില്ല തിരിയാനായിട്ട് ദൈവത്തിലേക്ക്. 13-ാമത്തെ വചനം, ദാനിയേൽ 9:13. മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഞങ്ങൾക്ക് ഈ അനർത്ഥമൊക്കെയും വന്നിരിക്കുന്നു. എല്ലാം വന്നിരിക്കുകയാണ്. ദാരിദ്ര്യം വന്നിരിക്കുകയാണ്, അസുഖം വന്നിരിക്കുകയാണ്, പിന്നെ എന്താണ് പറയാൻ പറ്റുന്ന എല്ലാ അനർത്ഥങ്ങളും വന്നിട്ടുണ്ട്. എന്നിട്ടും ഞങ്ങളുടെ അകൃത്യങ്ങളെ വിട്ടുതിരിഞ്ഞ് നിന്റെ സത്യത്തിൽ ബുദ്ധി പഠിക്കേണ്ടതിന് ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ കൃപയ്ക്കായി യാചിച്ചില്ല. കാരണം അവൻ്റെ എല്ലാ അവസ്ഥകളിൽ നിന്നും ഒരു വിടുതൽ വീണ്ടെടുക്കാൻ പറ്റുന്ന ഒരു ദൈവമുണ്ട് എന്ന് അവന് അന്വേഷിക്കാൻ സമയമില്ല. അവൻ മനുഷ്യനിൽ അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ ലോകത്തിലെ ഒരു റെമഡിക്ക് വേണ്ടിയാണ് അവൻ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, അവർക്കൊരു അവരുടെ ഉള്ളിൽ നിന്ന് അവർ പറയുകയാണ്, ഞങ്ങൾ ഇതെല്ലാം ചെയ്തിട്ട് പോലും, ഞങ്ങൾ ഇത്രയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചിട്ട് പോലും ഞങ്ങൾ അങ്ങിലേക്ക് എളിമപ്പെട്ട് അങ്ങിലേക്ക് തിരിയുവാനായിട്ട് ഞങ്ങൾ
തിരിഞ്ഞില്ല എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ ദൈവത്തിലേക്ക് തിരികെ വരണം. കാരണം നമുക്കറിയാം, ഐസബ്രാവിൻ്റെ പുസ്തകം 31 അധ്യായം 1 വചനം ഒന്ന് വായിക്കണം. കാരണം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അപ്പോൾ നമ്മുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകുവാൻ വേണ്ടി അല്ലെ തേടി നമ്മൾ ലോകത്തിലേക്കാണ് പോകുന്നത്. അയ്യുന്നേ, ലോകത്തിൻ്റെ എന്നാ പറയുന്നത്, ആ ലോകത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഇന്നത്തെ ലോകം അന്നത്തെ എന്താണ്? ഈജിപ്റ്റ്. അതോ അടിമത്തത്തിലും ബന്ധനത്തിലും തീച്ചുളയായ ഒരു ഈജിപ്റ്റാണ്. അവിടെ ചിലപ്പോൾ നല്ല എന്നാ പറയുന്നത് വെള്ളിരിക്കയും നല്ല വെളുത്തുള്ളിയും ഒക്കെ ഉണ്ടായിരിക്കും. എങ്കിലും നിൻ്റെ അവസ്ഥ അടിമയാണ്. ആയി വിത്ത് മീ? അങ്ങനെ ഒരു അവസ്ഥ, അതാണ് ഈജിപ്റ്റ്, അതാണ് ലോകം. സ്വന്തം വായിച്ചേ. ഇസ്രായേലിൻ്റെ പരിശുദ്ധത്തിലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിസ്രൈമിൽ ചെന്ന് കുതിരകളിൽ മനസ്സ് ഊന്നി, രഥം അനവധിയുള്ളതുകൊണ്ട് അതിലും കുതിരച്ചവർ മഹാബലവാന്മാരായതുകൊണ്ട് അവരിലും ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ അയ്യോ കഷ്ടം. ഇതാണ് നമ്മൾ മനസ്സിലാക്കണം. ആ ദുരിതത്തിൻ്റെ ആ അവസ്ഥയിലുള്ളവൻ അവൻ അന്വേഷിക്കുന്നത്, അവൻ്റെ വിടുതലിന് വേണ്ടി അന്വേഷിക്കുന്നത് ഈജിപ്റ്റാണ്. അവിടെ കുതിരകളുണ്ട്, കുതിര വണ്ടികളുണ്ട്. അങ്ങനെ ആ ലൗകിക തരത്തിലുള്ള ജഡികതരമായ എല്ലാ ഉള്ള ഒരു സ്ഥലത്തെയാണ് അവൻ ആശ്രയിക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മളാകട്ടെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? സങ്കീർത്തനം, ഹല്ലേലൂയ, സങ്കീർത്തനം 20, 7, 8 ഒന്ന് വായിക്കാവോ? അപ്പോൾ അവിടുത്തെ അപ്പം ഈജിപ്തിലെ മിസ്രൈമിലെ അവരുടെ കഴിവുകളെയും അവരുടെ എന്നാ പറയുന്ന സ്വാധീനത്തെയും എല്ലാം ആശ്രയിച്ചിട്ടാണ് അവരൊരു വിടുതലിന് വേണ്ടി, ഒരു വീണ്ടെടുപ്പിന് വേണ്ടി യാചിച്ചു പോകുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ യഥാർത്ഥ ദൈവത്തെ അറിയുന്ന വ്യക്തികൾ, അവർക്കറിയാൻ പറ്റണം, മിസ്രൈം അല്ല എന്നെ രക്ഷിക്കുന്നത്, പക്ഷെ എന്നെ രക്ഷിക്കുന്നത് യേശുവാണ്. വായിച്ചേ. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അങ്ങനെ ആശ്രയിക്കുന്നു. 2 തരത്തിലുള്ള ആശ്രയമുണ്ട്. ഒന്ന് കുതിരയിൽ, അല്ലെ രഥത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൽ. അങ്ങനെ ആശ്രയിക്കുന്ന വ്യക്തികളെ കുറിച്ച് അവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അടുത്ത വചനം പറയുന്നുണ്ട്. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. ആമേൻ. നമ്മൾ ഇത് നിൽക്കുന്നത് എന്താണ്? നമ്മൾ നേരത്തെ ദിനവൃത്താന്തം 20:20 കേട്ടു. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അവൻ നമ്മളെ സ്ഥിരീകരിക്കും. He will establish you. Are you with me? Hallelujah. അതാ നമ്മൾ പറയൂലേ, some trust in chariots, some trust in horses, but we put our trust in the name of our Lord. ആമേൻ. അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾ ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ആശ്രയം ഈ നമ്മുടെ സാഹചര്യത്തിൻ്റെ മുകളിലുള്ളൊരു ദൈവത്തെ ആയിരിക്കണം. അതുകൊണ്ടാണ് എഫെസ്യൻസ് 1 അധ്യായം 20 വചനം മുതൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, He is seated in the heavenlies, far above all principality and power and dominion and might and every name that is named, not only in this age but in the age to come. അപ്പോൾ എല്ലാത്തിൻ്റെയും മുകളിലാണ് നമ്മുടെ യേശു ഉപവിഷ്ടനായിരിക്കുന്നത്. അവനെ വേണം ആശ്രയിക്കാൻ. എല്ലാം, നിൻ്റെ എതിരെ വരുന്ന എല്ലാ നാമവും അവൻ്റെ കാലിൻ്റെ കീഴെയാണ്. വായിച്ചേ എഫെസ്യൻസ് 1:20 മുതൽ. ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൻ്റെ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. സിസ്റ്റർ, നാമത്തിൻ്റെ പറഞ്ഞ അവിടെ ആ പോഷൻ ഒന്നും കൂടെ വായിക്കാമോ? നാമം എല്ലാ സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും. അത് മാത്രമല്ല, അതാണ് പറയുന്നത്, മലയാളം വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വലിയ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മുറിച്ച് കളയാണ്. നോട്ട് ഓൺലി ഇൻ ദിസ് നെയിം ബട്ട് ഇൻ ദ നെയിംസ് ടു കം. ഇപ്പോഴുള്ള നാമങ്ങളല്ല, ഇനി വരാൻ പോകുന്ന നാമങ്ങളുടെ മുകളിലും. ഐ വിത്ത് മീ? ഹല്ലേലൂയ. കാരണം എന്താണ്? നമ്മൾക്കറിയാം, നമ്മളുടെ എതിരെ ദൈവത്തിൻ്റെ ജനം പാപം ചെയ്യുമ്പോൾ ആ ദൈവത്തിൻ്റെ എതിരെ വരുന്ന പല നാമങ്ങളുണ്ട്. ഒരു നാമം രോഗമാണ്. നമ്മളെല്ലാം ചെറുതായിരുന്നപ്പോൾ എയ്ഡ്സ് എന്ന് പറഞ്ഞൊരു രോഗമില്ലായിരുന്നു. ഹലോ. പക്ഷെ ദൈവം യേശുവിനെ ഉയർപ്പിച്ചിരുത്തുകയാണ്.
ഇനി വരാൻ പോകുന്ന എയ്ഡ്സിൻ്റെ നാമത്തിൻ്റെ മുകളിലുമാണ്. ആർ യു വിത്ത് മീ? ഇനി ഏത് ബാധ വരുന്നതാണെങ്കിലും നമ്മൾക്ക് ഇന്നില്ലാത്തത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ആ ബാധകളുടെയും മുകളിലാണ് യേശു ക്രിസ്തു ഇരിക്കുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഓരോ പ്രാവശ്യം ഒരു ബാധ വരുമ്പോൾ പിതാവ് യേശുവിനെ ഒന്നും കൂടി ഉയർത്തണം. അയ്യോ, നീ ജാക്കി വെച്ചിട്ട് നമ്മൾ വണ്ടി ഉയർത്തുന്നത് പോലെ അതിൻ്റെ ആവശ്യമില്ല. ഹി ഈസ് സീറ്റഡ് far in the heavenlies, far above every principality and power and dominion and might and every name that is named, not only in this age but in the age to come. ഇപ്പോൾ ഉള്ളത് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന നാമത്തിൻ്റെ മുകളിൽ. അങ്ങനത്തെ ഒരു ദൈവത്തെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. മിസ്രൈമിനാണോ ആശ്രയിക്കേണ്ടത്? ഉറക്കെ പറ. അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ കർത്താവായ യേശുവിനെയാണ് ആശ്രയിക്കേണ്ടത്. ഹല്ലേലൂയ.